നമസ്കാരം. നീലത്താമര എന്ന സിനിമയെക്കുറിച്ച് എന്റെ അഭിപ്രായം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ലാൽ ജോസ് ആണ്. MT വാസുദേവൻ നായരുടെ തിരക്കഥയെ ആസ്പദമാക്കി. ഈ സിനിമയിൽ നമുക്ക് രണ്ട് കാലഘട്ടങ്ങളിലെ ചലച്ചിത്രാവിഷ്കരണമാണ് കാണാൻ കഴിയുക. 1970കളും പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടവും. 1970കളിലെ കാലഘട്ടത്തിൽ നമുക്ക് കുഞ്ഞിമാളുവിന്റെ കഥ കാണാം. ഇവിടെ കുഞ്ഞിമാളു ഹരിദാസ് എന്ന യുവാവിനെ അതായത് താൻ ജോലി ചെയ്യുന്ന വീട്ടിലെ യജമാനത്തിയുടെ മകനായ ഹരിദാസിനെ പ്രണയിക്കുന്നു. പക്ഷെ ഹരിദാസിന് അതൊരു നേരമ്പോക്ക് മാത്രമായിരുന്നു, ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. അപ്പോൾ ഈ കഥയാണ് നമുക്ക് 1970കളിലൂടെ കാണാൻ കഴിയുന്നത്. കുഞ്ഞിമാളുവിന്റെ ഈ ശുദ്ധമായ പ്രണയത്തിന്റെ ഒരു ആവിഷ്കരണം നമുക്കിവിടെ കാണാൻ കഴിയും. അത് വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഹരിദാസിന്റെ മരണത്തിന് ശേഷം കുഞ്ഞിമാളുവും ഹരിദാസിന്റെ ഭാര്യയായ രത്നവും തമ്മിൽ കണ്ടുമുട്ടുകയും അവർ ഹരിദാസിനെ കുറിച്ചുള്ള ഓർമ്മകൾ അയവർക്കുകയാണ് പിന്നീട് ഇപ്പോഴത്തെ കാലഘട്ടം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സിനിമയിൽ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നുമില്ലതെങ്കിലും വളരെ ഈ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിൽ ചിത്രീകരിക്കുന്നതിൽ ലാൽ ജോസ് വളരെ വിജയിച്ചിട്ടുണ്ട്. പിന്നെ MT വാസുദേവൻ നായരുടെ നമുക്ക് നല്ലൊരു തിരക്കഥ കൂടിയാണ്. അപ്പോൾ അതും കൂടെ ചേരുമ്പോൾ വളരെ മനോഹരമായ വളരെ നല്ല രീതിയിൽ എടുത്ത ഒരു സിനിമയായിട്ടാണ് ഇതിനെ കണക്കാക്കാൻ കഴിയുക. ഈ സിനിമയുടെ ഒരു മുഖ്യ സവിശേഷത എന്തെന്ന് പറഞ്ഞാൽ സംഗീതവും ഇതിന്റെ കൂടെ നല്ല രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തല സംഗീതം വളരെ മനോഹരമാണ്. ഗാനങ്ങൾ നല്ലതെങ്കിലും കുറച്ചുകൂടെ നല്ലതാക്കാമായിരുന്നു. വിദ്യാശങ്കറിന്റെ ഗാനങ്ങൾ കുറച്ചും കൂടെ നല്ലതാക്കാമായിരുന്നു. പക്ഷേ മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ വളരെ വളരെ ഉദാത്തമായ ഒരു കലാസൃഷ്ടി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സംവിധാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഗാന ചിത്രീകരണത്തിലാണെങ്കിലും കഥാപാത്രങ്ങളുടെ അഭിനയത്തിലാണെങ്കിലും കുഞ്ഞിമാളുവിന്റെ റോൾ ചെയ്ത അർച്ചന കവി പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. എല്ലാ നടന്മാരും നടിമാരും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്നും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഇതിനെ കണക്കാക്കാൻ കഴിയുക. എന്റെ അഭിപ്രായം വളരെ നല്ലത്.